എൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളെയും IT കമ്പനികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക നിയമ തർക്കമാണ് ഇപ്പോൾ US നടക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന വിവാദമായ $1,00,000 H-1B ഫീസ് ഒരു ഫെഡറൽ ജഡ്ജി നിയമവിരുദ്ധമെന്ന് വിധിച്ച് റദ്ദാക്കിയിരുന്നു. ഇത് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്നാൽ ഈ വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ $1,00,000 എന്നത് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ചുമത്തിയ അനധികൃത നികുതി അല്ലെന്നും മറിച്ച് പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒന്നാണെന്നും വാദിച്ചുകൊണ്ട് US സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ തുക വീണ്ടും ഈടാക്കാനുള്ള അനുമതി തേടിയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കം. എന്താണ് ഈ വിസ ഫീസ് തർക്കം? എന്തുകൊണ്ടാണ് കോടതി ഇത് തടഞ്ഞത്? ട്രംപ് ഭരണകൂടം കോടതിയിൽ നൽകിയ പുതിയ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് ഈ $1,00,000 H-1B വിസ ഫീസ് തർക്കം? കോടതി ഇതിൽ എന്താണ് തീരുമാനം പറഞ്ഞതെന്നും നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. അമേരിക്കയിൽ തദ്ദേശീയരായ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനും വിദേശ തൊഴിലാളികളെ കമ്പനികൾ അമിതമായി ആശ്രയിക്കുന്നത് തടയുന്നതിനും വേണ്ടിയാണ് ട്രംപ് ഭരണകൂടം പുതിയ H-1B അപേക്ഷകർക്ക് $1,00,000 ഫീസ് ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ മാസം ആദ്യം ഒരു US ഫെഡറൽ ജഡ്ജി ഈ വൻതുകയുടെ വിസ ഫീസ് നിയമവിരുദ്ധമാണെന്ന് വിധിച്ച് റദ്ദാക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ കൃത്യമായ അനുമതിയില്ലാതെ ഇത്തരം ഒരു തുക നികുതിയായി ചുമത്താൻ പ്രസിഡന്റിനോ ഭരണകൂടത്തിനോ അധികാരമില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഇത് വലിയൊരു നികുതി ചുമത്തലിന് തുല്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഫെഡറൽ കോടതിയുടെ ഈ വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫെഡറൽ കോടതിയുടെ വിധി വന്നതിന് തൊട്ടു പിന്നാലെ ട്രംപ് ഭരണകൂടം US ഫസ്റ്റ് സർക്യൂട്ട് അപ്പീൽ കോടതിയെ സമീപിച്ചു. തങ്ങൾ ചുമത്തിയ $1,00,000 ഫീസ് ഒരു അനധികൃത നികുതി അല്ലെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കോടതിയിൽ വ്യക്തമാക്കിയത്. ഇതൊരു നികുതിയല്ല, മറിച്ച് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ ഒരു പെനാലിറ്റി അല്ലെങ്കിൽ നിയന്ത്രണിത ഫീസ് മാത്രമാണെന്നാണ് സർക്കാരിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇതിന് കോൺഗ്രസിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ലെന്നും രാജ്യത്തിന്റെ അതിർത്തിയും തൊഴിൽ മേഖലയും സംരക്ഷിക്കാൻ പ്രസിഡന്റിന് ഇതിനുള്ള നിയമപരമായ അധികാരമുണ്ടെന്നുമാണ് ട്രംപ് ഭരണകൂടം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ ഫീസ് താൽക്കാലികമായി വീണ്ടും ഈടാക്കാൻ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് അനുമതി ലഭിച്ചത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ അപ്പീൽ ഹർജി പരിഗണിച്ച അപ്പീൽ കോടതി നിലവിലെ കേസിൽ അന്തിമ തീർപ്പ് ഉണ്ടാകുന്നതുവരെ ഫെഡറൽ കോടതിയുടെ വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഇതിനർത്ഥം കോടതിയിൽ ഈ നിയമയുദ്ധം തുടരുമ്പോഴും താൽക്കാലികമായി ഈ $1,00,000 ഫീസ് പിരിച്ചെടുക്കാൻ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ ഈ വലിയ തുക അപേക്ഷകരിൽ നിന്നും ഈടാക്കാൻ സർക്കാരിന് സാധിക്കും. ഈ $1,00,000 ഫീസ് ഈടാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത് എന്ന് നോക്കാം. വളരെ കൗതുകകരമായ ചില വാദങ്ങളാണ് US സർക്കാർ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ $1,00,000 ഫീസ് ഈടാക്കുന്നത് തടഞ്ഞാൽ അത് രാജ്യത്തേക്ക് വലിയ തോതിലുള്ള വിദേശ തൊഴിലാളികളുടെ കുത്തൊഴുക്കിന് കാരണമാകുമെന്നാണ് സർക്കാർ ഭയപ്പെടുന്നത്. വൻതോതിൽ ആളുകൾ രാജ്യത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നീട് കണ്ടെത്തുന്നതിനും രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിനും വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇത് US ഇമിഗ്രേഷൻ സംവിധാനത്തിന് താങ്ങാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അതുകൊണ്ട് ഈ ഫീസ് അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഭരണകൂടത്തിന്റെ ആവശ്യം. ഈ കടുത്ത വിസ നയത്തിനെതിരെയും $1,00,000 ഫീസിനെതിരെയും വിദഗ്ധരും കമ്പനികളും ഉയർത്തുന്ന വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ നയം കൃത്യമായ ആസൂത്രണമില്ലാതെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം വെച്ച് നിർമ്മിച്ചതാണെന്ന് പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണി രാജീവ് എസ് ഖന്ന ഉൾപ്പെടെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു. ഈ വൻതുക കാരണം അമേരിക്കൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിഭകളെ നിയമിക്കാൻ സാധിക്കുന്നില്ല. നിലവിൽ US ജീവനക്കാർക്ക് യാത്ര ചെയ്യാനോ അവരുടെ വിസ പുതുക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. വ്യക്തമായ നിർവചനങ്ങളില്ലാത്ത ഈ നയം കാരണം പല കമ്പനികളും തദ്ദേശീയരായ തൊഴിലാളികളിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നുണ്ടെങ്കിലും ഇത് അമേരിക്കൻ ബിസിനസ്സുകളെയും IT മേഖലകളെയും ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ വ്യക്തമാക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ $1,00,000 H-1B വിസ ഫീസ് നിയമപരമായ വലിയൊരു വടംവലിയിലാണ് ചെന്നെത്തി നിൽക്കുന്നത്. ഒരു വശത്ത് കോടതി ഇത് നിയമവിരുദ്ധമാണെന്ന് പറയുമ്പോൾ മറുവശത്ത് അത് രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് ട്രംപ് ഭരണകൂടം വാദിക്കുന്നു.